കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥനെതിരായ ആക്രമണത്തിൽ പ്രതി ധനേഷിനെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. RPF ഉദ്യോഗസ്ഥനായ ശശിധരനെയാണ് മുൻ സൈനികനും നിലവിൽ കാസർഗോഡ് ഉപ്പളയിൽ റെയിൽവേ ഗേറ്റ് കീപ്പറുമായ ധനേഷ് ആക്രമിച്ചത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, വിശദാംശങ്ങൾ. ഈ ധനേഷിന്റെ അറസ്റ്റ് ഉടൻ തന്നെ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ അല്പസമയം മുമ്പ് കണ്ണൂർ റെയിൽവേ പോലീസ് സുനിൽകുമാർ സംസാരിക്കുന്നത് ഈ ധനേഷ് അയാളാണ് ഈ റെയിൽവേ ഗേറ്റ് കീപ്പർ ആയിരുന്നു. അയാളാണ് പ്രതി, കേസിലെ പ്രതി. അരുൺ പൂപ്പറമ്പയ്ക്ക് തുടരാം. കോൺട്രാക്ട് ബേസിലെ റെയിൽവേ ജീവനക്കാരനാണ്. കാസർഗോഡ് ഉപ്പളയിലെ റെയിൽവേ ഗേറ്റ് കീപ്പറാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇയാൾ മുൻ സൈനികൻ കൂടിയാണ് എന്നുകൂടി വിവരമുണ്ട്. അതായത് ഈ സംഭവിച്ചതിനെ സംബന്ധിച്ച് റെയിൽവേ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി 11:45 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ ഇയാൾ കിടന്നുറങ്ങുകയായിരുന്നു. ഇയാളുടെ ഫോൺ നിലത്ത് വീണിരുന്നു. ആ ഘട്ടത്തിൽ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന RPF ഉദ്യോഗസ്ഥർ ശശിധരനും മറ്റൊരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. ഇവർ രാത്രി ഡ്യൂട്ടിയിൽ ഉള്ള സമയത്ത് ഇത് കാണുകയും ഈ ഫോൺ നിലത്ത് വീണത് എടുത്ത് ഇയാൾക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷം എങ്ങോട്ടാണ് പോകേണ്ടത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇവർക്ക് നേരെ ആദ്യം അസഭ്യം പറയുകയും പിന്നീട് മർദ്ദനവും ഇവരുടെ കയ്യിലുണ്ടായ ഡ്യൂട്ടിക്ക് ആവശ്യമുണ്ടായിരുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പറയുന്നത്. അതിലാണ് അയാൾക്കെതിരെ കേസെടുക്കുകയും ഈ ധനേഷിനെതിരെ കേസെടുക്കുകയും നിലവിൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും മർദ്ദനമേൽക്കുന്ന സാഹചര്യം, അതിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് കണ്ണൂർ റെയിൽവേ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.